ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബൈക്കിൻ്റെ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ഹായ് ഓൾ, KHD ഓൺലൈൻ ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബൈക്കിൻ്റെ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ബൈക്കൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ബൈക്കിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ചെയിനും സ്പ്രോക്കറ്റും. അപ്പോൾ അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എഞ്ചിനിൽ നിന്നുള്ള റോട്ടറി മോഷൻ ബാക്കിലെ വീലിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് നാൾ ബൈക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചെയിനും സ്പ്രോക്കറ്റിനും തേയ്മാനം ഉണ്ടാവും. അപ്പോൾ തേയ്മാനം ഒരു പരിധിയിൽ കൂടുതലായി കഴിയുമ്പോൾ ചെയിനും സ്പ്രോക്കറ്റിൻ്റെ അവിടെ നിന്ന് നല്ല രീതിയിലുള്ള നോയ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയിനും സ്പ്രോക്കറ്റും റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഒരു ചെയിനും സ്പ്രോക്കറ്റും റീപ്ലേസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഒരു ടൂ വീലറിൻ്റെ ചെയിനും സ്പ്രോക്കറ്റും എങ്ങനെയാണ് മാറുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പൾസർ AS 150 എന്ന് പറയുന്ന ബൈക്കിൻ്റെ ചെയിനും സ്പ്രോക്കറ്റും മാറുന്നത് എങ്ങനെയെന്നാണ്. മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കിലെ സ്പ്രോക്കറ്റും ഫ്രണ്ടിലെ സ്പ്രോക്കറ്റും ഊരിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ പുള്ളർ രണ്ട് സൈഡിലും ലൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ബാക്കിൽ ഡ്രം ബ്രേക്കുള്ള ഒരു വണ്ടിയാണ്, അപ്പോൾ അതിൻ്റെ സ്റ്റേ ബോൾട്ട് അഴിച്ചെടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ വീൽ ആക്സിൽ ഊരിയെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിലെ വീല് അഴിച്ചെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ബ്രേക്കിൻ്റെ സ്റ്റേ ബാർ. അപ്പോൾ ഈ നട്ട് ആദ്യം നമ്മൾ അഴിച്ചെടുക്കണം. അപ്പോൾ ആ നട്ടിന് ഒരു ലോക്ക് പിറ്റ് ഉണ്ട്, അത് ആദ്യം ഊരിയെടുക്കുക. ഇനി അത് 14ൻ്റെ നട്ടാണ്. അപ്പോൾ നമ്മളൊരു റിംഗ് സ്പാനർ ഉപയോഗിച്ച് അത് അഴിച്ചെടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയിൻ പുള്ളർ രണ്ട് സൈഡിൽ ലൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് 10ൻ്റെ 2 ഓപ്പൺ സ്പാനറുകളാണ്. ഇപ്പോൾ ഒരു സ്പാനർ ഉപയോഗിച്ച് ചെയിൻ പുള്ളറിൻ്റെ നട്ട് പിടിക്കുക, അടുത്തത് ഉപയോഗിച്ച് ആ ലോക്കിനായിട്ട് നമ്മൾ ലൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നമ്മുടെ റിയർ ആക്സിൽ അഴിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 22ൻ്റെ 17ൻ്റെ 2 റിംഗ് സ്പാനറുകളാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഇന്നർ സ്പ്രോക്കറ്റാണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ സ്പ്രോക്കറ്റിൻ്റെ കവറാണ് അഴിക്കേണ്ടത്. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് 8ൻ്റെ ഒരു ടീ സ്പാനറാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഇന്നർ സ്പ്രോക്കറ്റാണ് അഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് അവിടെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നർ സ്പ്രോക്കറ്റ് പിടിപ്പിച്ച് വെച്ച് നിർത്തിയിരിക്കുന്നത് 2 അലൻ കീ ബോൾട്ടുകളാണ്. അപ്പോൾ അത് അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് അലൻ കീയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് അഴിക്കുന്നത് നോക്കാം, അഴിച്ചെടുക്കാം നമുക്ക്.
അപ്പോൾ ഇത് നമ്മുടെ ഇന്നർ സ്പ്രോക്കറ്റിൻ്റെ ലോക്കാണ്. അപ്പോൾ ആ ലോക്ക് ആദ്യം ഊരിയെടുക്കണം. ഇനി നമുക്ക് സ്പ്രോക്കറ്റ് ഊരിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചെയിനിൽ ഒരു ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ചെയിൻ ലോക്ക് വിടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ നമ്മുടെ ചെയിൻ നമ്മൾ വിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ റിയർ സ്പ്രോക്കറ്റ്. അപ്പോൾ റിയർ സ്പ്രോക്കറ്റ് ഒരു ലോക്ക് റിങ്ങിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ലോക്കിൽ നിന്ന് അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്പ്രോക്കറ്റ് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു ചിസിലും ഒരു ഹാമറുമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റിയർ സ്പ്രോക്കറ്റ് ഊരിയെടുക്കാം. അപ്പോൾ ലോക്കെല്ലാം നമ്മൾ തുറന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അഴിക്കേണ്ടത് ഈ 4 നട്ടുകളാണ്. അപ്പോൾ അത് അഴിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബോക്സ് പാനറാണ്. 17 ഒരു ബോക്സ് പാനറാണ്. അപ്പോൾ അത് അഴിക്കാനായിട്ട് കുറച്ച് ബലം കൊടുക്കേണ്ടി വരും. പിന്നെ അത് റിയർ വീലിൻ്റെ ഹബ്ബിൽ തന്നെ വെക്കുക. അങ്ങനെയായിരിക്കും അത് അഴിച്ചെടുക്കാൻ എളുപ്പം. അപ്പോൾ നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് മാറാനായിട്ട് മേടിച്ചിരിക്കുന്നത് റോളോൻ്റെ ഒരു ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റാണ്. അപ്പോൾ അതിന് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1414 രൂപയാണ് അതിൻ്റെ MRP. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് തിരിച്ച് അല്ലെങ്കിൽ പുതിയൊരു ചെയിൻ സ്പ്രോക്കറ്റും ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ചെയിനിൻ്റെ ചെയിൻ ലോക്ക് റിമൂവ് ചെയ്യുക. അപ്പോൾ അത് സ്വിംഗ് ആമിൻ്റെ ഇടയിൽ കൂടെ ചെയിനിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ആദ്യം തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നർ സ്പ്രോക്കറ്റ്. അപ്പോൾ ആ ഇന്നർ സ്പ്രോക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു സൈഡിൽ കുറച്ച് റൈറ്റിങ്സ് ഉണ്ട്, ചില ലെറ്റേഴ്സൊക്കെ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് കമ്പോണൻ്റ് ആണെങ്കിലും അങ്ങനെ എഴുത്തുകൾ ഉണ്ടെങ്കിൽ അതെപ്പോഴും പുറത്ത് വരുന്ന ഭാഗമായിരിക്കും. ഇനി അകത്ത് വരുന്ന ഭാഗം നോക്കുക. അപ്പോൾ അവിടെ യാതൊരുവിധ റൈറ്റിങ്സും ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നർ സ്പ്രോക്കറ്റ് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സിംഗാമിൻ്റെ മുകളിലൂടെ നമ്മൾ ചെയിൻ എടുത്തു, എന്നിട്ട് ഇന്നർ സ്പ്രോക്കറ്റിലേക്ക് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്, വീഡിയോയിൽ കണ്ടതുപോലെ. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോക്ക് ഇൻസേർട്ട് ചെയ്യുക, അതിൻ്റെ അലൻ കീ ബോൾട്ട് വെച്ച് ആ ലോക്ക് ടൈറ്റ് ചെയ്യുക, ഇന്നർ സ്പ്രോക്കറ്റിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കിലെ സ്പ്രോക്കറ്റ് വീൽ ഹബിലേക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ എഴുത്തുകളുണ്ടായിരിക്കും, എഴുത്തുള്ള സൈഡാണ് പുറത്ത് വരുന്നത്. അതിന് മുകളിലേക്ക് ആ ലോക്ക് റിങ് വെച്ചു. ഇനി ആ നട്ടുകളെല്ലാം ഇട്ട് ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ലോക്കിൻ്റെ സൈഡ് നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത പോലെ ഒരു ചിസിൽ വെച്ച് അടിച്ച് നട്ടിനെ ലോക്ക് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ചെയിൻ ലോക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് റിയർ വീലിൻ്റെ സ്പ്രോക്കറ്റിലേക്ക് നമുക്ക് ചെയിൻ എടുത്തിടാം. അത് കഴിഞ്ഞ് റിയർ വീലിനെ ഫിക്സ് ചെയ്യുക. അതിൻ്റെ ആക്സിൽ കയറ്റി അതിനെ ഫിക്സ് ചെയ്ത് നിർത്തുക. അത് കഴിഞ്ഞ് നമ്മുടെ ചെയിൻ പുള്ളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ സ്ലാക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നൂടെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിനിൻ്റെ ലോക്ക് അഴിക്കുക, പിന്നെ സഹായം വേറൊരാളുടെ ഒരു ഹെൽപ്പ് നമുക്ക് വേണ്ടി വരുന്നത് വീല് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന ഒരു സമയത്താണ്. ഇനി 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.